ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ വെറുതെ റൂമിലിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്താ പറയുക, നമ്മുടെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അവരുടെ ഒരു സങ്കട അവസ്ഥയാണ് അവർ നമ്മളോട് പറയുന്നതെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് കേട്ട് നിൽക്കുക. കേൾക്കാൻ ഒരാൾ ആവശ്യമായിട്ടായിരിക്കുമല്ലോ അവർ നമ്മളോടത് പറയുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് ജോലി ചെയ്ത് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരു അമ്മ വരും. ഇവിടെ അമ്മ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന കുറേ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവർ വരുന്നതാണ്. നമ്മളത് വാങ്ങിക്കും. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരും. അപ്പോൾ ആ അമ്മ ഒരിക്കലും പരിചയമില്ല എനിക്ക് അവരുടെ വീട്ടുകാരെ എനിക്കറിയില്ല. അമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങി, എൻ്റെ മോൾ അഡ്മിറ്റഡാണ്, മോളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, മോളെ അതെന്തുകൊണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കടനീര് ഇങ്ങനെ ഒഴുകാണ്, ഒരു മോനേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങൾ പറയാൻ ഞാനിങ്ങനെ കേട്ടു നിന്നു. എന്നെ കൊണ്ട് പറ്റുന്ന ആ സമാധാനം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാനുണ്ടല്ലോ, ഇപ്പം എൻ്റെ അടുത്ത് ആര് സങ്കടം കൊണ്ട് വന്നാലും ഞാൻ അവരെ നിന്ന് കേൾക്കാറുണ്ട്. എന്താ ചോദിച്ചാൽ, ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്ന സങ്കടങ്ങൾ പറയാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായി എന്താ പറയുക, മനസ്സിലടക്കി പിടിച്ച് മുമ്പോട്ട് പോയ സമയങ്ങളുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വേറൊരാൾ വന്ന് നമ്മുടെ അടുത്ത് സങ്കടം പറയുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും അവരുടെ കൂടെ നിന്ന് അവരെ ഒന്ന് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ?